ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതീസ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും ഒരേപോലെ ചമ്മന്തിയൊക്കെ കഴിച്ചിട്ട് മടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്, ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറന്നു പോകരുത്. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ? അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇപ്പോൾ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലേശം പുതിന ഇല എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില എടുക്കാം. പിന്നെ ഞാനൊരു ഹാഫ് പോർഷൻ സവാളയാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 കുഞ്ഞുള്ളി എടുത്താൽ മതി. പിന്നെ ഞാൻ ലേശം കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് വരുന്ന പതിയെ കാണാം, കാരണം ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം നമ്മൾ പാൻ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ചളവിൽ ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയും പിന്നെ പുതിനയിലയും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ചിലർക്ക് ഈ പുതിന ഇലയുടെയും മല്ലിയിലയുടെയും ഒന്നും പച്ച ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് എണ്ണയിൽ ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ അങ്ങനത്തെ ആ ഒരു ടേസ്റ്റ് വരത്തില്ല. ചെറിയ രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാൻ മതി, ഒരുപാടൊന്നും വാടിപ്പോകണ്ട, ചെറുതായിട്ടൊന്ന്. അപ്പോൾ ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മളൊരു 1 മിനിറ്റ് ഇട്ട് നമ്മളൊന്ന് എണ്ണയിൽ സോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് മാറ്റിയെടുക്കാവേ. അതായത് നമുക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ലേശം തേങ്ങ, ഞാൻ വളരെ കുറച്ച് അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. ഇനിയിപ്പം ഇതിലേക്ക് ലേശം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ആഡ് ചെയ്യാം. വളരെ കുറച്ച് അളവിലാണ് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ എണ്ണയിൽ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളപ്പോൾ ഇത് ഫുള്ളും നമ്മളപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലേശം തേങ്ങയൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചമ്മന്തിയായിട്ട് അരയ്ക്കുമല്ലേ, അപ്പം ലേശം വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ച് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അരയുന്നതിനനുസരിച്ച് കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് വരാം. ഇത് നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഒഴിച്ച ആ ഒരു വെള്ളത്തിൽ നിന്നും ഞാൻ ലേശം വെള്ളവും കൂടെ ഒഴിച്ച് കുറേശ്ശെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പം നമുക്കിതൊന്ന് കടുക് വറുത്തിട്ട് എടുക്കാം. കാരണം നമ്മളിതിനകത്ത് തേങ്ങ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അനത്തി നമുക്കൊന്ന് കടുക് വറുത്തെടുത്തിട്ട് വരാം. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു മിക്സിയുടെ ജാറ് കഴുകി ലേശം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേശം കൂടെ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ചും കൂടെ ലൂസാക്കാം. പലർക്കും പല പരുവമായിരിക്കുമല്ലോ. ഞാനും വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ചെറുതായിട്ട് നമുക്കിതൊന്ന് അനത്തിയെടുക്കണം. നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ അനത്തുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് അനത്തിയെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ഒരു തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് കടുകൊക്കെ ഒന്ന് താളിച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ലേശം കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. കടുകൊക്കെ താളിക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഒന്ന് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ചിലർ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം.
അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ദോശ ചൂടാനുള്ള പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ദോശ ഇടാം. ദോശയൊക്കെ ചൂടാനായിട്ടൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ വെറുതെ ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ദോശ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ദോശ ആയിട്ടുണ്ടാവും. നമുക്കപ്പം എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ അടുത്തൊരു ദോശയും കൂടെ ചുട്ടിട്ടെടുക്കാം. അപ്പോൾ ഞാൻ 2 ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തിയും ഇവിടെ ഇരിപ്പുണ്ട്, ചട്നി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണിത്. നല്ലൊരു പച്ച കളറിലാണ് കേട്ടോ ഇത് ഉള്ളത്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുമാണ്, കാണാനും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചട്നിയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. കാരണം ഇന്ന് നമ്മൾ സ്ഥിരമായിട്ട് ഒരേ രീതിയിൽ തന്നെ നമ്മൾ ചട്നിയൊക്കെ തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും ഒരു ബോറടിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി വേണമല്ലോ. ഞാനൊരു 2 ആഴ്ചയ്ക്ക് മുന്നേ ഒരു ചട്നിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അത് വേറൊരു രീതിയിലൊരു ചട്നിയാണ്, നമ്മൾ തേങ്ങയൊന്നും ചേർക്കാത്ത രീതിയിലുള്ളൊരു ചട്നിയുടെ റെസിപ്പിയാണ് അന്ന് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് കൊടുത്തേക്കാം. അപ്പം വീഡിയോ തീരുന്ന ഒരു സമയത്ത് നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ അതുകൂടെ കണ്ടു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. തൊട്ടടുത്തൊരു ഹൈപ്പ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.